ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചേർത്തല ട്രെൻഡ്സിൽ വന്നിരിക്കുവാണ്. ജൂലൈ 8-ന് ജാനുസിൻ്റെ ബർത്ത്ഡേ ആണ്. അവൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ട്രെൻഡ്സിൽ ഒരുപാട് ബ്രാൻഡുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ടൊക്കെ എടുക്കാം. ഓഫറുകളും ഒത്തിരി ഉണ്ടാവും. ഓഫറുകൾ നോക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ലാഭത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കാൻ പറ്റും. നമ്മൾ കിഡ്സിൻ്റെ സെക്ഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് കൂടുതൽ നോക്കുന്നത് കേട്ടോ. അവൾ തന്നെ സെലക്ട് ചെയ്യുവാണ് ആൾ. ഇതെനിക്കിഷ്ടപ്പെട്ടു. ഇത് ഞങ്ങൾ കൊണ്ടുപോയിട്ട് ട്രയൽ റൂമിൽ പോയിട്ടൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ ആൾക്കത് ഓക്കെ ആയിരുന്നു. ഇത് നമ്മൾ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ആൾക്കത് കറക്റ്റ് സൈസായിരുന്നു. ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഓഫർ ഉള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തത് ഇതാണ്. അവളത് ഇട്ട് വന്നപ്പോഴത്തേക്കും ബാക്ക് ഫ്രണ്ടിലോട്ടാക്കിയാണ് ഇട്ടത്. ഇത് സൈസ് കുറച്ച് ടൈറ്റ് ആയിരുന്നു. ഇത് തന്നെ സെയിം നെക്സ്റ്റ് സൈസാണ് നമ്മളത് എടുത്തത് കേട്ടോ. ഇത് രണ്ടും നമ്മൾ എടുത്തു. ഇത് ഓഫർ ഉള്ളത് കൊണ്ട് 2 ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഞാൻ ഒരെണ്ണം കൂടി നോക്കി. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ഓഫർ ഇല്ലായിരുന്നു. 899 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ലേഡീസിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി എനിക്ക് പറ്റിയത് ഒരെണ്ണം നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അവളുടെ സെയിം കളർ ഡ്രസ്സ് തന്നെ നോക്കാമെന്ന് ഓർത്തത്. അപ്പോൾ അവിടെ നല്ല ടോപ്പിൻ്റെ കളക്ഷൻസ്, ടീഷർട്ട്, പലാസോ പാൻറ്റ്, പല ടൈപ്പിലുള്ള ടോപ്പുകൾ, ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതുവഴി വരുന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവരൊക്കെ കയറി വാങ്ങിക്കുക. അപ്പോൾ അവളുടെ സെയിം കളർ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. പുള്ളിക്കാരത്തേക്ക് ആ ഡ്രസ്സ് കണ്ടിട്ടും മതിയാവുന്നില്ലേ. പിന്നെ ഞാനത് ഹരിച്ചൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അടുത്തത് നോക്കാനെടുത്തു. ആ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അത് വയറ് കാണുന്നതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല. അതവിടെ വെച്ചിട്ട് അവളുടെ ഡ്രസ്സിൻ്റെ കളർ തന്നെയാണ് നോക്കിയത്. അപ്പോൾ അത് അവളുടെ ഡ്രസ്സിൻ്റെ കളർ തന്നെ കിട്ടി കേട്ടോ. ആ ഡ്രസ്സ്, ഈ ടോപ്പ് അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് സെയിം ടോപ്പ് വേറെ കളർ എനിക്ക് ഉണ്ടായിരുന്നേ. ട്രെൻഡ്സിൽ നിന്ന് തന്നെ എടുത്തതാണ്. അത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്തായിരുന്നു വാങ്ങിച്ചിട്ട്. അത് ഞാൻ ഒത്തിരിയൊക്കെ ഇട്ട്, കളറൊന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒത്തിരി ഉപയോഗിച്ചിട്ടും അത് ഇപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങിച്ചിട്ട് താഴേക്ക് ഇറങ്ങി പോരുമായിരുന്നു ബില്ല് ചെയ്യാനായിട്ട്. ജാനുസിനാണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ചെരുപ്പ് വണ്ടിക്കകത്ത് ഊരി ഇട്ടിട്ടാണ് വന്നത്. ചെരുപ്പ് ആൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. അവളാണെങ്കിൽ അടങ്ങി ഇങ്ങനെ നിൽക്കത്തില്ല. കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ ഓട്ടമായിരിക്കുമേ. നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. താഴത്ത് പലാസോയുടെ പിന്നെ സ്കേർട്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ താഴെയായിരുന്നു. പിന്നെ ഓഫറിൽ കൊടുത്തിട്ടുള്ളതൊക്കെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. ടോപ്സുകളൊക്കെ 200, 300 ആ ഒരു റേറ്റിലൊക്കെ വരുന്ന ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കളറൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സൈസ് കിട്ടും. സ്മോള്, മീഡിയം, ലാർജ് അങ്ങനെ പല സെക്ഷനായിട്ട് വെച്ചിരുന്നത്. പിന്നെ ഹെയർ ബാൻഡിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജാനുസിന് ഡ്രസ്സിന് പറ്റുന്നൊരു ഹെയർ ബാൻഡ് നോക്കി നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. ഇതൊക്കെ ചുരിദാറാണ്. ചുരിദാർ സെറ്റായിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഓരോരോ ആൾക്കാരെല്ലാം ഇറ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കണ്ടു. ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങ് പോകും.